കായംകുളം നിയോജകമണ്ഡലം 107 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് സമയം കഴിഞ്ഞും വോട്ട് ചെയ്യാനെത്തിയ വോട്ടറെ വോട്ട് ചെയ്യിപ്പിക്കണമെന്ന് LDF പ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തിയെന്നും തുടർന്ന് UDF ഏജന്റിനെ പുറത്തുനിന്ന് വന്ന LDF പ്രവർത്തകർ ആക്രമിച്ചെന്നും UDFന്റെ പരാതി. അതേസമയം വോട്ടിംഗ് സമയം തീരും മുൻപെയാണ് വോട്ടർ എത്തിയെന്നും UDF അനാവശ്യമായ പ്രശ്നം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും LDF നേതാക്കൾ പറഞ്ഞു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ 107 നമ്പർ ബൂത്തിൽ പോളിംഗ് സമയം കഴിഞ്ഞതിന് ശേഷം വോട്ടറെ വോട്ട് ചെയ്യിപ്പിക്കണം എന്ന് LDF പ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തിയതായി UDFന്റെ പരാതി. ബൂത്തിലെ UDF ഏജന്റിനെ പുറത്തുനിന്നെത്തിയ LDF പ്രവർത്തകൻ ആക്രമിച്ചുവെന്നും UDF ആരോപിക്കുന്നു. UDF ഏജന്റ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വോട്ടിംഗ് സമയത്തിന് ശേഷം വന്ന ആളിനെ വോട്ട് ചെയ്യിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും LDF പ്രവർത്തകരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയെന്നും കായംകുളത്തെ UDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് U മുഹമ്മദ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നു. പോളിംഗ് സ്റ്റേഷനിലെ ഏജന്റിനെ കയ്യേറ്റം ചെയ്ത ആൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിയമവിരുദ്ധമായി പോളിംഗ് സമയത്തിന് ശേഷം പോളിംഗ് സ്റ്റേഷനിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് ഫലം എതിരാകുമെന്ന് കണ്ട് വ്യാപകമായി ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് LDF ചെയ്യുന്നതെന്ന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M ലിജു പറഞ്ഞു. പോളിംഗ് പ്രക്രിയ അവസാനിച്ചതോടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് UDFന് കായംകുളത്ത് വലിയ വിജയം ഉണ്ടാകും തന്നെയാണ്. ഈ ഒരു പരാജയത്തിൽ വിറളി പൂണ്ടിരിക്കുന്ന LDF നേതൃത്വം തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇന്ന് പോളിംഗ് സമയം കഴിഞ്ഞ് 6 മണിക്ക് ശേഷം ഒരു വോട്ടറെ വോട്ട് ചെയ്യിക്കുവാൻ വേണ്ടി പോളിംഗ് സ്റ്റേഷനിൽ 107 നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ചു. അതിനെ എതിർത്ത UDF ഏജൻ്റായ സമീറിനെ ആ പോളിംഗ് സ്റ്റേഷനുള്ളിൽ കടന്നു കയറി 2-3 വ്യക്തികൾ ചേർന്ന് അദ്ദേഹത്തെ പിടിച്ചു വെച്ച് അതിലെ LDFലെ ഒരു നേതാവ് വളരെ ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചു. അദ്ദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം പോളിംഗ് സ്റ്റേഷനുള്ളിൽ കയറി ആക്രമിച്ച പ്രതികൾക്കെതിരെ കേസെടുക്കണം. ഇത്തരത്തിൽ അക്രമ മാർഗത്തിലൂടെ UDFനെയും ജനാധിപത്യ കക്ഷികളെയും തകർത്ത് കളയാമെന്ന് LDF വിചാരിക്കരുത്. അതേസമയം പോളിംഗ് സമയം തീരുന്നതിന് മുമ്പാണ് വോട്ടെത്തിയതെന്നും അനാവശ്യമായി UDF ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും CPM നേതാവും കായംകുളം നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡറുമായ SK വിശ്വനാഥ് പറഞ്ഞു. കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ ചേരാവള്ളി പ്രദേശത്ത് 107 നമ്പർ ബൂത്തിൽ 6 മണിക്ക് മുമ്പായി തന്നെ ഒരു സ്ത്രീ വോട്ടർ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുകയും അപ്പോൾ അവിടുത്തെ UDF പോളിംഗ് ഏജൻറ്റ് ഏകപക്ഷീയമായി വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന വാദം ഉയർത്തുകയും അതിൻ്റെ ഭാഗമായി തന്നെ അവിടെ ബോധപൂർവമായിട്ടുള്ള ഒരു കയ്യാങ്കളി സൃഷ്ടിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ അയാൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാകുകയും ഇവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കുന്നതായി കാണിച്ചുകൊണ്ട് ബോധപൂർവം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാട് UDF സ്വീകരിക്കുന്നത്. അതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. തെറ്റായ കീഴ്വഴക്കങ്ങളാണ് UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും അത് അനുവദിക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.